നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. അതേസമയം സംഭവത്തിനെതിരെ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞാൽ ബാലുവിനെ കഴകപ്രവൃത്തി സ്ഥാനത്ത് പുനഃസ്ഥാപിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഇതിനു മുന്നോടിയായി തന്ത്രി വാര്യർ വിഭാഗങ്ങളുമായി ദേവസ്വം ബോർഡ് ചർച്ച നടത്തും. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം വീണു, 2 പേർക്ക് പരിക്ക്. പാലക്കാട് കൂനത്തറയിലാണ് സംഭവം. അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഷൊർണൂർ ചൂടുവാലത്തൂർ സ്വദേശി സതീഷിന്റെ ഓട്ടോയാണ് തകർന്നത്. അപകട സമയം സതീശനും മകൻ ആശീർവാദുമായിരുന്നു ഓട്ടോയിലുണ്ടായിരുന്നത്. ഇരുവർക്കും പരിക്കേറ്റു. ഉടൻ ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ട്. വീട്ടിനുള്ളിൽ യുവതി മരിച്ച നിലയിൽ. കണ്ണൂർ ഇരിക്കൂർ ഊരത്തൂരിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് തവിഞ്ഞാൽ സ്വദേശി രജനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിക്കൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് വരികയാണ്. അഭിഭാഷകയെ അപമാനിച്ചെന്ന പരാതി. പ്രതിഷേധം ഇന്നും. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രതിഷേധമാണ് ഇന്നും തുടരുന്നത്. കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ടു പോകരുതെന്ന് വനിതാ അഭിഭാഷക അസോസിയേഷൻ ഭാരവാഹികൾക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ തങ്ങളോടുകൂടി ആലോചിക്കാതെയാണ് തീരുമാനമെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുമാണ് അസോസിയേഷൻ ഭാരവാഹികളുടെ തീരുമാനം. കൂടാതെ ബദറുദ്ദീനെ കോടതിയിൽ നിന്നും മാറ്റണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്.